ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനെതിരെ വീണ്ടും എൻ പ്രശാന്ത് IAS. ബ്രേക്കിംഗ് വാർത്തയാണ്. ചീഫ് സെക്രട്ടറിക്കെതിരെ രണ്ടും കൽപ്പിച്ചാണ് കേട്ടോ പ്രശാന്ത് IAS. പക്ഷപാതപരമായി നടപടി എടുക്കുന്നുവെന്ന് ആരോപിച്ച് എൻ പ്രശാന്ത് ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചിരിക്കുകയാണ്. ജയതിലകിനെതിരായ പരാതിയിൽ അന്വേഷണമില്ലാത്തത് പക്ഷപാതപരമാണ്. നേരിട്ട് ഹിയറിംഗ് നടത്തണമെന്നും ഹിയറിംഗ് റെക്കോർഡ് ചെയ്ത് സ്ട്രീം ചെയ്യണമെന്നുമാണ് കത്തിൽ പറയുന്നത്. കത്തിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. ജയതിലക് കെ ഗോപാലകൃഷ്ണനെതിരെയുള്ള പ്രശാന്തിന്റെ പരാതി അടിസ്ഥാനരഹിതമെന്ന് പറഞ്ഞ് ചീഫ് സെക്രട്ടറി തള്ളിയിരുന്നു. TV പ്രസാദ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. TV പ്രസാദ്, പ്രശാന്ത് IAS എന്തായാലും വിട്ടുകൊടുക്കാനില്ല. ചീഫ് സെക്രട്ടറിയുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലിനാണോ? പക്ഷെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഈ ഹിയറിംഗ് നേരിട്ട് കേട്ടതിന് ശേഷം റെക്കോർഡ് ചെയ്ത് സ്ട്രീം ചെയ്യണമെന്നൊക്കെ പറയുമ്പോൾ അത് സർവീസ് ചട്ടത്തിൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ. അതൊക്കെ ബുദ്ധിമുട്ടായി തീരുമോ? അപ്പോൾ ചുരുക്കത്തിൽ എന്താണ് പ്രശാന്ത് IASന്റെ ലക്ഷ്യം? അരുൺ, ഇതിലൊരു പ്രശ്നമുള്ളത്, രേഖകൾ സഹിതമുള്ള പരാതി പ്രശാന്ത് കൊടുത്തു. പക്ഷേ ആ പരാതി ചീഫ് സെക്രട്ടറി പരിഗണിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. പ്രശാന്തിൻ്റെ കത്തിലുള്ള പ്രധാനപ്പെട്ട ആരോപണവും ഇതാണ്. താൻ തരുന്ന രേഖകൾ അവിടെ നിന്ന് അപ്രത്യക്ഷമാകുന്നു. അതുകൊണ്ടാണ് നേരിട്ട് നടത്തുന്ന ഹിയറിംഗ് അത് ഓൺലൈൻ വഴി ആയിരിക്കണം എന്നുള്ളത് പ്രശാന്ത് പറയുകയും ചെയ്യുന്നത്. അരുൺ, ഒരു കാര്യം ഉറപ്പാണ്, എന്തായാലും ചീഫ് സെക്രട്ടറിക്കും സർക്കാരിനും അത് ജയതിലകിന് അനുകൂലമായും കെ ഗോപാലകൃഷ്ണന് അനുകൂലമായും ഒരു നിലപാടുണ്ട് എന്ന കാര്യം ഏറെക്കുറെ ഇതിൽ വ്യക്തമാകുന്നുണ്ട്. കാരണം കെ ഗോപാലകൃഷ്ണൻ IASനെതിരെ പോലീസ് അന്വേഷണമുണ്ടായിരുന്നു, പരാതി ഉണ്ടായിരുന്നു. മതസ്പർദ്ധ വളർത്തുന്ന രീതിയിലുള്ള ഒരു കൂട്ടായ്മ ഉണ്ടാക്കാൻ വേണ്ടി കെ ഗോപാലകൃഷ്ണൻ ശ്രമിച്ചു എന്നുള്ളത് ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ടായിരുന്നു. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് കെ ഗോപാലകൃഷ്ണനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. പക്ഷേ വളരെ വേഗം ഇത്രയേറെ പ്രശ്നങ്ങളുള്ള, അതായത് തെളിവുകളായിട്ട് കൊടുത്ത 2 ഫോണുകളും ഫോർമാറ്റ് ചെയ്ത് തെളിവ് നശിപ്പിച്ച IAS ഉദ്യോഗസ്ഥൻ സർവീസിലേക്ക് തിരിച്ചു വരുന്നു. ജയതിലക് IASും കെ ഗോപാലകൃഷ്ണനും ചേർന്ന് ഉന്നതിയിലെ ഫയലുകൾ നശിപ്പിച്ചു, എൻ പ്രശാന്ത് നശിപ്പിച്ചു എന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി. ആ റിപ്പോർട്ട് പത്രങ്ങൾക്ക് വാർത്തയാക്കി എന്നുള്ളതാണ് എൻ പ്രശാന്തിനെതിരായ ആരോപണം. ജയതിലകും കെ ഗോപാലകൃഷ്ണനും ചെയ്തത് വ്യാജരേഖ ചമയ്ക്കലും ക്രിമിനൽ ഗൂഢാലോചനയാണ് എന്ന് പറഞ്ഞ തെളിവുകളുള്ള പരാതി. ആ പരാതി ചീഫ് സെക്രട്ടറി പരിഗണിക്കാതിരിക്കുമ്പോഴാണ് ചീഫ് സെക്രട്ടറിക്ക് പലതവണയായി പ്രശാന്ത് ചീഫ് സെക്രട്ടറിക്കെതിരെ രംഗത്ത് വരുന്നത്. ഏറ്റവും അവസാനം പക്ഷപാതപരമാണ് ചീഫ് സെക്രട്ടറിയുടെ നടപടി എന്ന് അവസാനം കൊടുത്ത, അതായത് ഈ 10-ാം തീയതി കൊടുത്ത കത്തിൽ എഴുതി വെക്കുകയും ചെയ്യുന്നു. ആ ഘട്ടത്തിലാണ് അരുൺ എല്ലാത്തരം സർവീസ് ചട്ടങ്ങളും നോക്കി നിൽക്കുന്ന രീതിയിൽ, അതായത് സമീപകാലത്തൊന്നും ഇല്ലാത്ത രീതിയിൽ ഒരു IAS ഉദ്യോഗസ്ഥൻ ചീഫ് സെക്രട്ടറിക്കെതിരെ പരസ്യമായ യുദ്ധത്തിനിറങ്ങുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ ചട്ടവിരുദ്ധമായ കാര്യങ്ങൾ ഉൾപ്പെടെ ഇതിലേക്ക് വരുന്നത്. പ്രശാന്ത് പറയുന്നത് പ്രശാന്തിനെതിരെ ആരും പരാതി കൊടുത്തിട്ടില്ല, ഫേസ്ബുക്കിൽ എഴുതരുത് എന്ന് ചട്ടങ്ങളിൽ എവിടെയും പറഞ്ഞിട്ടുമില്ല. അതിൻ്റെ തെളിവായി ചീഫ് സെക്രട്ടറി ഹാജരാക്കിയ സ്ക്രീൻഷോട്ട് ആരെടുത്തു എന്ന ചോദ്യത്തിന് പോലും മറുപടി കൊടുക്കാൻ തയ്യാറായില്ല. എന്തായാലും ഈ പോരാട്ടവുമായി പ്രശാന്ത് മുന്നോട്ട് പോവുകയാണ് എന്ന് തന്നെയാണ് ഈ കത്തിലൂടെ മനസ്സിലാകുന്നത്. അരുൺ, അതായത് ഇത് ഹിയറിംഗ് റെക്കോർഡ് ചെയ്ത് സ്ട്രീം ചെയ്യണം എന്ന് പറയുന്നത് അത് പൊതുജനങ്ങൾക്ക് ബോധ്യമാവട്ടെ, സമൂഹത്തിന് ബോധ്യമാവട്ടെ, പക്ഷപാതപരമായി ചീഫ് സെക്രട്ടറിയും ഈ സിസ്റ്റവും തനിക്കെതിരെ പെരുമാറുന്നു എന്നതാണ് ഇപ്പോൾ പ്രശാന്തിൻ്റെ പരാതിയിലുള്ളത്. പക്ഷേ അതിന് നിയമപരമായി നമ്മൾ അന്വേഷിക്കുമ്പോൾ ചട്ടപരമായി എന്തെങ്കിലും സാധ്യതയുണ്ടോ പ്രശാന്ത്? അങ്ങനെ ചെയ്തുകൂടാ എന്ന് ചട്ടത്തിൽ പറയുന്നില്ല എന്നുള്ളതാണ് അരുൺ. അതുകൊണ്ട് അങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യവും ചട്ടത്തിൽ പറയുന്നില്ല എന്നുള്ളതാണ്. അതായത് ഈ പുതിയ സാങ്കേതിക വിദ്യ വികസിച്ചതിന് ശേഷമുള്ള പല കാര്യങ്ങളും നമ്മുടെ ചട്ടങ്ങളിലും നിയമങ്ങളിലും ഒന്നും ഇല്ലാത്തത് അവിടുന്ന് അങ്ങോട്ടേക്കുള്ള ഇത്തരം നിയമപരമായ കാര്യങ്ങളിലൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ട്. അത് ആ സമയത്തുള്ള യുക്തി അനുസരിച്ച് എടുക്കേണ്ട തീരുമാനവുമാണ്. ഇതിലൊരു കാര്യമുള്ളത്, അതായത് പ്രശാന്ത് കൊടുത്ത പരാതിയിൽ ഒരുപാട് തെളിവുകളുണ്ട്. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ ഉന്നതിയിലെ ഫയലുകൾ കാണാനില്ല എന്ന് പറഞ്ഞാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയായ ജയതിലക് എൻ പ്രശാന്തിനെതിരെ റിപ്പോർട്ട് കൊടുക്കുന്നത്. ആ റിപ്പോർട്ട് പിന്നീട് ആരും അറിയാത്ത റിപ്പോർട്ട്, അത് മാതൃഭൂമി പത്രത്തിന് ചോർത്തി കൊടുക്കുന്ന ലേഖകനായി ജയതിലക് അധപ്പതിച്ചു എന്നാണ് എൻ പ്രശാന്ത് എന്ന് പറഞ്ഞത്. അതായത് ഉന്നതിയിലെ ഫയലുകൾ കാണാനില്ല എന്നാണ് റിപ്പോർട്ടെങ്കിലും മുഴുവൻ ഫയലുകളും കിട്ടിയെന്ന് അന്നത്തെ മന്ത്രിയുടെ ഓഫീസ് സമ്മതിക്കുന്നുമുണ്ട്. ഇത്തരം രേഖകൾ ചീഫ് സെക്രട്ടറിക്ക് കൊടുക്കുമ്പോൾ കാണാതാവുന്ന ഘട്ടത്തിലാണ് ആ രേഖകൾ ഉൾപ്പെടെ പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള ഓൺലൈൻ സ്ട്രീമിംഗ്. അതാണ് പ്രശാന്ത് ഉദ്ദേശിക്കുന്നത്. അതാണ് ഈ കത്തിലൂടെ പറഞ്ഞതും വരും. താങ്ക് യു TV പ്രസാദ്. ചുരുക്കത്തിൽ ബ്രോ കലിപ്പിലാണ് കേട്ടോ.
നമ്മുടെ പ്രശാന്ത് TV പ്രസാദ് റിപ്പോർട്ട് ചെയ്തതുപോലെ പക്ഷപാതപരമായി പെരുമാറുന്നു എന്ന് ചീഫ് സെക്രട്ടറിക്കെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ N പ്രശാന്തിൻ്റെ ഈ നീക്കം. ചട്ടത്തിൽ പറയാത്ത കാര്യമാണ് അദ്ദേഹം പറയുന്നത്, പക്ഷേ ചട്ടത്തിൽ അത് വിലക്കുന്നുമില്ല. അതുകൊണ്ട് ഈ സാധ്യത N പ്രശാന്ത് IAS തേടും എന്നുള്ളതാണ്. പരമാവധി പോരാട്ടത്തിലുണ്ടാവും. ഇതെവിടെ എത്തി നിൽക്കും എന്നുള്ളത് ആർക്കറിയാം.